തിങ്കളാഴ്ച മ്യൂസിയം അവധിയാണെന്നുള്ള കാര്യം അറിയാതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ പോയിരുന്നു. അന്നൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു ദിവസം വീണ്ടും പോയി. ഇത്തവണ നമ്മൾ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് പോയത്. അന്ന് മ്യൂസിയം ഓപ്പൺ ആയിരുന്നു. നല്ല ദാഹം ഉണ്ടായിരുന്നുണ്ട്. ആദ്യം നമ്മൾ പോയത് KTDCയുടെ കഫേ സൂമിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ 2 ലൈമ് മേടിച്ചു. ഇവിടെ ലൈമിനൊക്കെ വിലക്കുറവാണ്. ഒരു ലൈമിന് 15 രൂപയാവുന്നുള്ളൂ. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ ടിക്കറ്റ് കൗണ്ടർ ഇതല്ല കേട്ടോ, അതാ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെയാണുള്ളത്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന് പെർ ഹെഡ് അഡൽട്ട് 40 രൂപയാണ് ചാർജ്. അകത്തോട്ട് കയറുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഫാൾസ് കില്ലർ വെയിലിന്റെ ഈ മോഡലാണ്. ഈ കാണുന്ന റൈനോകളും അതിന് മുകളിലുള്ള കൊക്കും ഒക്കെ മോഡൽസ് അല്ല കേട്ടോ, മുമ്പ് ജീവനോടെ ഉണ്ടായിരുന്നതിന്റെ സ്റ്റഫ്ഡ് പീസസ് ആണ് അതൊക്കെ. അകത്തോട്ട് കയറുമ്പോ ഇതുപോലത്തെ ആമകളുടെ മോഡൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്കെൽറ്റൽ ഗാലറിയും കാണാം. ഈ ഇരിക്കുന്നത് ഒരു ആനയുടെ ഒറിജിനൽ അസ്ഥികൂടമാണ് കേട്ടോ. അതുപോലെ ഈ ചാരി വെച്ചിരിക്കുന്നത് ഒരു തിമിംഗലത്തിന്റെ താടിയല്ലാണ്. കൂടാതെ മനുഷ്യന്റെയും കുരങ്ങന്മാരുടെയും ശരിക്കുള്ള അസ്ഥികൂടവും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പക്ഷികളുടെ സ്റ്റഫ്ഡ് പീസുകൾ സൂക്ഷിക്കുന്ന ഒരു ബേർഡ്സ് ഗാലറി അവിടെ ഉണ്ട്. മാമൽസിന് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ഗാലറി വേറെയും ഉണ്ട്. ഒറിജിനലാണോ മോഡലാണോ എന്നറിയില്ല. ഗ്രീൻ അനാക്കോണ്ടയുടെ ഒരു മോഡലും അവിടെ കണ്ടു. കൂടാതെ പഴയ നാലുകെട്ടിന്റെ മിനിയേച്ചറും പലതരത്തിലുള്ള കലാരൂപങ്ങളുടെ മോഡലും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല മത്സ്യങ്ങളുടെ സ്റ്റഫ്ഡ് മോഡൽസിനും മൃഗങ്ങളുടെ ഫോമാലിൻ സ്പെസിമെൻസിനും സെപ്പറേറ്റ് ഗാലറികൾ വേറെയും ഉണ്ട്. അതുപോലെ ഒരു ജിയോളജി, എക്കണോമിക്, ബോട്ടണി ഗാലറിയും ഒരു AK ആന്റണി ഗാലറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ മോഡൽസ് അടങ്ങിയ ഒരു വാള് അവിടെ സെപ്പറേറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മ്യൂസിയം ബിൽഡിംഗിന്റെ പുറത്ത് 2 കോടി വർഷം പഴക്കമുള്ള മരങ്ങളുടെ ഫോസിലുകളും സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സൂവിലും കൂടെ ഒന്ന് കയറി. ഇത്തവണ ഇവിടെ വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ മൃഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്ന പോലെ എനിക്ക് തോന്നി. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് 3D ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. മ്യൂസിയം വളപ്പിൽ അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് 3D തിയേറ്റർ. ഇവിടെ അഡൽട്ടിന് പെർ ഹെഡ് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. വളരെ ചെറിയൊരു സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ഇവിടുത്തെ സബ്വൂഫർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പോൾക്ക് ഓഡിയോയുടെ സബ്വൂഫർ ആണ്. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കനാക്കുന്ന് നടക്കുന്ന ഉത്തരവാദിത്ത ടൂറിസം മേള കാണാനും കൂടെ നമ്മൾ പോയി. അവിടെ ആ സമയത്ത് നിശാഗന്ധി ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്ന സമയത്ത് സ്റ്റാളുകളുടെയൊക്കെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുക്കം സ്റ്റാളുകൾ മാത്രമാണ് പ്രദർശനത്തിന് വിൽപ്പനയ്ക്കുമായിട്ട് അവിടെ തുറന്ന് പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ ഒരു സ്റ്റാളിൽ നിന്ന് ഒരു പെൺകുട്ടി ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ബ്രൗണി നമ്മൾ മേടിച്ച് കഴിക്കുകയും ചെയ്തു. ഫുഡ് കോർട്ട് എന്ന് പറയാനായിട്ട് ആ ഒരു സമയത്ത് ഈ ഒരു സ്റ്റാള് മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് കവടിയാറുള്ള ഇസ്താംബുൾ റോൾസ് ആൻഡ് ഗ്രിൽസിലേക്കാണ്. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് ഒരു ഷവർമ കഴിക്കണമെന്നുള്ളത്. അവിടുന്ന് നമ്മളൊരു മിക്സഡ് പ്ലേറ്റർ ഷവർമ പാഴ്സൽ മേടിച്ച് വീട്ടിലേക്ക് പോയി. ഈ പ്ലേറ്ററിൽ ഒരു സൈഡിൽ ചിക്കനും മറു സൈഡിൽ വെജിറ്റബിൾസിന്റെ അടിയിൽ ബീഫും ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ റുമാലി റോട്ടിയും ഫ്രഞ്ച് ഫ്രൈസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വില ഇച്ചിരി കൂടുതലാണ്, എന്നാലും തരക്കേടില്ലാത്ത ടേസ്റ്റ് ഉള്ള ഒരു ഷവർമ തന്നെയാണ് ഈ മിക്സഡ് പ്ലേറ്റർ ഷവർമ. അപ്പൊ എന്തായാലും വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.